started the record. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രാമറിൻ്റെ ക്ലാസ്സാണ്. ഈ ഗ്രാമറിൻ്റെ ക്ലാസ് നമുക്കിവിടെ ഓൾറെഡി ഒരു ഇംഗ്ലീഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ട്. TCAൻ്റെ കൂടെ തന്നെ നമ്മളെ കൊമേഴ്സ് അക്കാദമി എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അതിൻ്റെ കൂടെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷിൻ്റെ അക്കാദമിയാണ്, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2ൻ്റെയും ക്ലാസ്സുകൾ പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രാമറിൻ്റെ ക്ലാസ് ചില ആളുകൾക്കൊക്കെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് വരുന്നവർക്കും കൂടെ കൊടുക്കാറുണ്ട്, അത് ഇംഗ്ലീഷ് അത്രയും ഡെവലപ്പ് ആക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഗ്രാമർ പഠിക്കാൻ. ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രിയുടെ കൂടെ നിങ്ങളുടെ ഗ്രാമർ മാത്രം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് കൂടി നന്നാക്കിക്കോളൂ. അതിനെന്ത് ഹെൽപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് ഗ്രാമർ പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് ബേസിക് ഗ്രാമറാണ്. ബേസിക് എന്ന് പറയുമ്പോൾ പലരും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഏറ്റവും ബേസിക് എന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്കിനി വരാൻ പാടില്ല. നിങ്ങളൊരു മിസ്റ്റേക്ക് ഇനി വരുത്തില്ല, അത്രയും നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിക്കണം. അതേപോലെ ചെയ്യാൻ പറയുന്ന ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടാവും, നോട്ട്സ് എഴുതുക, അങ്ങനെയുള്ള. ഇതിലൊരു നോട്ട് കീപ്പ് ചെയ്യണം. ഈ ഒരു നോട്ട് നിങ്ങൾക്ക് പിന്നീട് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ അടുത്ത ഘട്ടം വരുമ്പോൾ. ഇപ്പോൾ നമ്മൾ എക്സാം പാസ്സാവലാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഇതിനൊരു ബുക്ക് കീപ്പ് ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പേര് കൊടുത്തോളൂ. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ആ നോട്ട് ബുക്ക് അതിന് വേണ്ടി കരുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കുറേ ടിപ്സ് വേറെയും ഞാൻ തരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ് ചെയ്യണം, പറയുന്ന വർക്കുകൾ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. നോട്ട്സ് എഴുതണം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി, ഇപ്പം ഞാൻ മാത്സ് എടുക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നുണ്ട്, അതാണെങ്കിലും ശരി, പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ട് കാണണം, എന്നാലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബേസിക് എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ബേസിക് എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ABCD ഒന്ന് വെറുതെ ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ബുക്കിൽ വെറുതെ ഒന്ന് ചുമ്മാ എഴുതി വെക്കുക. ഒരു പേപ്പറിൽ എഴുതിയിട്ട് ബുക്കിൽ വെച്ചാൽ മതി. ഇതിൽ ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയുന്നത്, അതായത് എഴുതി വെക്കാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇത് എഴുതി വെക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ചുമ്മാ വായിച്ചു നോക്കുക. A to Z വരെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഇതിലും ചില മിസ്റ്റേക്കുകളും ചിലർക്ക് വരാറുണ്ട്, നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം. അപ്പം അത് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും മാറിപ്പോവാറുണ്ട് പലർക്കും, അതും ഇനി സംഭവിക്കരുത്. അതൊക്കെ നമ്മുടെ ഒരു കഴിവുകേടായിട്ട് വിലയിരുത്തപ്പെടും പലപ്പോഴും. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൽഫബറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മലയാളം വാക്ക് വെച്ചിട്ടാണ്. ഗ്രാമറിൻ്റെ ക്ലാസ് ആയാലും ശരി, സ്പീക്കിങ്ങിൻ്റെ, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ, ഞാൻ പൊതുവെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയാറില്ല, ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വെറുതെ സംസാരിക്കാൻ പഠിക്കലാണ്. അങ്ങനെ വെറുതെ സംസാരിക്കാൻ പഠിക്കേണ്ടവരും നിങ്ങളാരും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് 10,000 അല്ലെങ്കിൽ 12,000 20,000 രൂപ കൊടുത്തിട്ടൊന്നും പോകണ്ട. നിങ്ങൾ ഡിഗ്രി പഠിച്ചാൽ തന്നെ മതി. ഡിഗ്രിയുടെ കൂടെ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാനുള്ള, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് ട്രെയിനിങ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് അത് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു മലയാളം വാക്ക് നിങ്ങൾക്ക് തരുന്നു. അതിങ്ങനെയാണ്: ഞാൻ കളിക്കുന്നു. ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് എനിക്കിപ്പോൾ കിട്ടണം. ഞാൻ കളിക്കുന്നു. മുബീന, ഈ ക്ലാസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യണോ? അല്ല, ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ആരാണ്? ഷാഹിന ഉണ്ടോ? ഷാഹിന മൈക്ക് ഓൺ ചെയ്യാം.
അപ്പോൾ ഷാഹിന ആൻസർ പറഞ്ഞു അല്ലേ, ഐ ആം പ്ലേയിങ്. എനിക്കറിയാം അതാണ് പറയാന്ന്, അതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ആം പ്ലേയിങ്. ഷാഹിന പെട്ടെന്ന് പറഞ്ഞു ഐ ആം പ്ലേയിങ്. ഇനി ഷാഹിന അതിന്റെ മലയാളം മീനിങ് ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ് ഐ ആം പ്ലേയിങ്ങിന്റെ അർത്ഥം വരുന്നത്? ഞാൻ കളിക്കുകയാണ്, ആയിരുന്നു. അല്ല, അവിടെ മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ കളിച്ചു കൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 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 ഞാൻ അതാണോ പറയാൻ പറഞ്ഞത്? അല്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ കളിക്കുന്നു, ഞാൻ പോകുന്നു, അങ്ങനെ പറഞ്ഞു. പക്ഷേ ഷാഹിന പറഞ്ഞത് ഞാൻ കളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കളിക്കുന്നു എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയാം. അത് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ ആവശ്യമില്ലാതെ ആറും ഈസും വില്ലും ഷാളും കൂട്ടും ഗ്യാനൊക്കെ കൂട്ടി പറയും. അപ്പോഴേ നമുക്കൊരു പഞ്ചുള്ളൂ, ഇംഗ്ലീഷ് അങ്ങനെ നന്നാവുള്ളൂ എന്നാണ് നമ്മളെ വിചാരം. അല്ല, ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് വേർഡ് ലാംഗ്വേജ് ആണ്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ശരിക്കും 10,000 മുകളിലാണ് ഒരു 1 മന്ത് സ്പീക്കിംഗ് കോഴ്സിന്റെ വില. അത് 18,000 ഒക്കെ ഉണ്ട്. ഇവിടെ തിരൂർ ഭാഗത്തൊക്കെ 18,000 ഒക്കെ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയോ, വേൾഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, വേൾഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അല്ലേ, ലോകം മുഴുവൻ വേണം. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിനെ വേൾഡ് ലാംഗ്വേജ് ആയി തിരഞ്ഞെടുത്തതെന്ന് ആർക്കെങ്കിലും അറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? പറയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിന് ഇത്രയും ലാംഗ്വേജ് ഉണ്ട്, അതൊന്ന് ഇംഗ്ലീഷിനെ വേൾഡ് ലാംഗ്വേജ് ആക്കി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? കേട്ടില്ല, ഒന്നുകൂടി. ഇംഗ്ലീഷ് എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം, ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ലോകത്തിലെ ഏറ്റവും സിമ്പിളായ, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒറ്റ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. സിമ്പിളാണ് ഈ ലാംഗ്വേജിന്റെ പ്രത്യേകത, സിമ്പിളാണ്, വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഐ എന്ന് പറഞ്ഞ ഞാനാ, അത് മലയാളത്തിലൊന്ന് എഴുതി നോക്കൂ. ഒരു ഇംഗ്ലീഷുകാരെ വിളിച്ചിട്ട് അതൊന്ന് മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു നോക്കൂ, കഴിയില്ല. അപ്പോൾ സിമ്പിളായ ലാംഗ്വേജ് ആണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സിമ്പിളാണ്, ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വെറുതെ ഈസൊക്കെ വെച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, ഐ ആം പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഞാൻ കളിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് വേറെയാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേറെ ഒരാളടുത്ത് കൂടെ കിട്ടണം. വേറെ ആരെങ്കിലും ഒരാൾ കൂടെ ഇതിന്റെ ആൻസർ പറയോ? എന്തായിരിക്കും? ഐ പ്ലേ. ചിലർ ഐ പ്ലേയിങ് എന്ന് പറയാറുണ്ട്, പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഐ പ്ലേ എന്നാണ്, ഞാൻ കളിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഐ പ്ലേ എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. പലപ്പോഴും ഇംഗ്ലീഷ് സിമ്പിളായി പറഞ്ഞാൽ മതി. അങ്ങനെ സിമ്പിളായി സംസാരിക്കാൻ ഇംഗ്ലീഷിൽ ഒരു ടെൻസ് ഡിവിഷൻ തന്നെയുണ്ട്, സിമ്പിൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് വിചാരിക്കുക, കോളേജിൽ പോവാറുണ്ട് വിചാരിക്കുക. രാവിലെ എന്നും ഷാഹിന കോളേജിൽ പോകും. ഷാഹിന രാവിലെ വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങുക? ഞാൻ എവിടെ പോവാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങുക. എന്തായിരിക്കും ഷാഹിന പറയാ? ഒന്ന് പറയോ? ഷാഹിന രാവിലെ കോളേജിലേക്ക് പോവാ. ഐ ഗോ കോളേജ്. മലയാളം ഐ വോണ്ട് മലയാളം. ഞാൻ കോളേജിൽ പോവുകയാണ്. ഞാൻ പോവാണ്, പോകുന്നു, അത്രയൊക്കെ പറയുള്ളൂ. ഞാൻ കോളേജിൽ പോവാണ്. അല്ലാതെ ഇങ്ങനെ പറയാറുണ്ടോ? ഇപ്പൊ ഉമ്മയാണ് വീട്ടിലുണ്ടെങ്കിലും, ഉമ്മ ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് പറയോ? ഇല്ല. അപ്പോ ഇതേപോലെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷിലും പറയണം. അതിനുള്ള ടെൻസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസ് ഇംഗ്ലീഷിലുണ്ട്. ഫസ്റ്റത്തെ ടെൻസ് അതാണ്, സിമ്പിൾ പ്രസന്റ് എന്ന് പറയും. അപ്പോൾ ഐ പ്ലേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഐ പ്ലേ, ഞാൻ പോവാണ്, ഐ ഗോ, അവള് പോവാണ്, ഷീ, അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് പറയാം. പക്ഷെ ഇതൊന്നല്ല നമ്മുടെ വിഷയം. നമ്മൾക്ക് വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതെന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇംഗ്ലീഷിൽ ഇനി സിമ്പിളായിട്ട് സംസാരിച്ചാൽ മതി. എപ്പോഴും ഈസും വാസും ചേർക്കാൻ നിൽക്കണ്ട. ഞാൻ കളിക്കുന്നു എന്ന് ഐ പ്ലേ എന്ന് പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? അവൻ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഷാഹിനാണ് പറയേണ്ടത്. അവൻ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഹീ പ്ലേ. ഹീ പ്ലേ കിട്ടി, മതി. വേറെ ആരും തൽക്കാലം ഇപ്പം മിണ്ടണ്ട. നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരും മിണ്ടണ്ട. ഹീ പ്ലേ. അങ്ങനെയാണെങ്കിൽ നീ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? പെട്ടെന്ന് പറഞ്ഞോളൂ. നീ കളിക്കുന്നു. യു പ്ലേ. വളരെ എളുപ്പം അല്ലേ? ദെൻ അവൾ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഷീ പ്ലേ. ഷീ പ്ലേ. അങ്ങനെയാണെങ്കിൽ അവര് കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? ദേ പ്ലേ. അങ്ങനെ ഞങ്ങൾ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? വി പ്ലേ. വി പ്ലേ. വെരി സിമ്പിൾ. പെട്ടെന്ന് മനസ്സിലായി ഷാഹിനക്ക്. ദെൻ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ളതിന് ഇറ്റ് ആണ് പറയാ. ഇറ്റ് പ്ലേ എന്ന് നമുക്ക് പറയാം അല്ലെ? വളരെ സിമ്പിൾ അല്ലേ? പക്ഷേ ഷാഹിന 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യം മറന്നിട്ടുണ്ട്. ഇതിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മളെല്ലാവരും മറന്നിട്ടുണ്ട്. അത് നമ്മൾ മാത്രമല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ പലരും മറന്നിട്ടുണ്ട്. കാരണം ഞാനിത് ചെക്ക് ചെയ്തതാണ്. കോളേജിലെ ടീച്ചേഴ്സിന്റെ മുന്നിലൊക്കെ ഞാനിത് ചെക്ക് ചെയ്തത്. അവരൊക്കെ അത് മറന്നു. ഇത് മറന്നത് കൊണ്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് കേടായത്. നമുക്ക് ഇംഗ്ലീഷ് മര്യാദക്ക് എഴുതാനും ഗ്രാമർ നമുക്ക് ബുദ്ധിമുട്ടായൊക്കെ തോന്നാനുള്ള കാരണം ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ്, ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി, നമ്മൾ റൂള് മറന്നുപോയി. അതെന്താണ്? ഇപ്പം ഞാനിതിൽ പച്ച ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ചിലത് ഞാൻ റെഡ് ഇട്ടിട്ടുണ്ട്. ഈ റെഡ് ഇട്ട വാക്കുകളൊക്കെ തെറ്റാ, പച്ച മാത്രമേ ശരിയുള്ളൂ. എന്താണ് ഇതിലെ മിസ്റ്റേക്ക്? ഐ പ്ലേ എന്ന് പറഞ്ഞാൽ ശരിയാ, ഹീ പ്ലേ എന്ന് പറഞ്ഞാൽ തെറ്റാ. അപ്പൊ അതെന്താണ്? ഹീ എന്ന് വരുമ്പോൾ അവിടെ പ്ലേസ് എന്ന് ചേർക്കണം. ഹീ പ്ലേസ് എന്ന് ചേർക്കണം. യു പ്ലേ ആണ്, ഷീ പ്ലേ അല്ല, ഷീ പ്ലേസ് ആണ്. യെസ് മറന്നു പോയതാണ്. പക്ഷെ അത് നമുക്ക് ക്ലിയർ ചെയ്യണം. ഓർമ്മയുണ്ട് അല്ലേ? സിംഗുലർ പ്ലൂറൽ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഴയ സിലബസ് അനുസരിച്ച് 4ാം ക്ലാസ് നിന്നാണ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു റൂളാണ് സിംഗുലർ പ്ലൂറൽ. സിംഗുലർ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അപ്പോൾ റൂൾ ഇപ്പോൾ പിടുത്തം കിട്ടി. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്താണ് ആ റൂൾ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് സ്പീഡിൽ പറയോ? ഓർമ്മയുണ്ടോ? സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോ എസ് ചേർക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആവുക എന്ന് പറഞ്ഞാൽ ഒരാളാവുക അല്ലെ? ഒരാളാവുമ്പോ എസ്. ഒരാളാവുമ്പോ ഞാനിതാ നെക്സ്റ്റ് കാണിക്കാം. ഒരാളാകുമ്പോ എസ് ചേർക്കണം അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ ഐ ഒരാളല്ലേ? ഐ ഒരാളാണ്. അപ്പൊ നമ്മൾ എസ് ഒഴിവാക്കും. അപ്പൊ ഹീ ഒരാളല്ലേ? ഷീ ഒരാളാണ്. ഷീന്റെ കൂടെ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. ഷീ വരും. അപ്പൊ പിന്നെ എന്ത് റൂളാ? റൂള് തെറ്റിച്ചില്ലേ? അപ്പോ ഇപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയില്ലേ? അതായത് റൂള് പറയുന്നത് ഇതാണ്. നമുക്ക് അടുത്ത നോക്കാം. യു പ്ലേ. അത് പ്ലേ ആണ്, പ്ലേസ് ആണോ വരേണ്ടത്? ശരിക്കും പ്ലേ ആണ്. കാരണം യു ഒരാൾക്കും പറയും, കുറെ ആൾക്കാർക്കും പറയും. നീ നിങ്ങൾ എന്ന് പറയും. അപ്പൊ പ്ലേ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള രീതി ഇങ്ങനെയാണ്. ഇറ്റ് വരെയുള്ളതിൽ ഇങ്ങനെ പ്ലേസ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ. ഇപ്പൊ ഐ ഒരാളാണ്. അതിനൊക്കെ ഇംഗ്ലീഷിലെ ഗ്രാമറിൽ റൂൾ ഉണ്ട്. അതായത് ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. പോട്ടെ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഗ്രാമർ പഠിക്കാൻ നിന്നാൽ നമ്മൾ എവിടെയും എത്തൂല. ഗ്രാമറിന്റെ റൂള് വെച്ച് നമ്മൾ പഠിക്കാൻ നിന്നാൽ നമ്മൾ എവിടെ എത്തില്ല. അവിടെയാണ് നമ്മൾ പേടിച്ചത്. ഇംഗ്ലീഷ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് ആയി നമുക്ക് തോന്നാനുള്ള കാരണം സിംഗുലർ, പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഇതൊക്കെ പഠിക്കാമെന്നുണ്ട്. അപ്പോൾ
നമ്മൾ തൽക്കാലം ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ പ്ലൂറലോ സിംഗുലറോ ഒന്നും നോക്കണ്ട. ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, ക്ലിയർ ആയിട്ട് നമ്മുടെ നാവിൽ വരുത്താൻ, അല്ലെങ്കിൽ എഴുതുമ്പോൾ തെറ്റാണ്ട് എഴുതാൻ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോഴേക്ക് അതിൻ്റെ വെർബ് എസ് ഉള്ളതാണോ അല്ലോ നമ്മൾ പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ തിരിച്ചറിയാൻ പറ്റണം. അതിങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഐ ആണ് വരുന്നതെങ്കിൽ ഐ പ്ലേ, ഹി പ്ലേസ്, ഷീ പ്ലേസ്, രാമു പ്ലേസ്, അനു ആൻഡ് വിനു പ്ലേ, ദേ പ്ലേ, വി പ്ലേ, ഹി പ്ലേസ്, ഷീ പ്ലേസ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. ഇങ്ങനെ നിങ്ങൾക്കും പറയാം. അതെങ്ങനെ? അപ്പം നിങ്ങൾ നോട്ട് ബുക്ക് എടുക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ചാർട്ട് നിങ്ങൾ ബുക്കിൽ എഴുതുക. അല്ല ഇപ്പോൾ എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നിങ്ങൾ സ്ക്രീൻ മാത്രം നോക്കുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ മൊത്തം സബ്ജക്റ്റുകളെ 2 ഗ്രൂപ്പാക്കി ഇവിടെ തിരിച്ചിട്ടുണ്ട്. 2 ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട് ഡു. രണ്ടാമത്തെ ഗ്രൂപ്പിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട് ഡെസ്. വെറുതെ ചുമ്മാ ഒരു പേര് കൊടുത്തതാണ് കേട്ടോ, ഡൂന്നും ഡെസ്സും. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഗ്രൂപ്പിന് എസ് ഫോം വേണ്ട, രണ്ടാമത്തെ ഗ്രൂപ്പിന് എസ് ഫോം വേണം. ഇവിടെ എസ് കാണാം. ഇതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിന്റെ പേര് ഷാഹിനൊന്ന് വായിച്ച. ആദ്യത്തെ ഗ്രൂപ്പിന്റെ പേര് ഒന്ന് സ്പീഡിൽ വായിച്ച. യെസ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യും. ഈ ഷീറ്റിന് ഡെസ്, അതായത് എസ് ഫോം വേണം എന്ന് പറയാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു പോർഷൻ നോക്കണ്ട, വലതേ ഭാഗത്തേക്ക് നോക്കണ്ട, ഈ സൈഡ് മാത്രം നോക്കുക. എസ് ഇല്ലാത്തത് ആരാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എസ് ഉള്ളത് ആർക്കാണെന്ന് അറിയാം. ഓക്കെ, അപ്പോ ആർക്കാണ് എസ് ഇല്ലാത്തത്? ഐ, യു, ദേ. ഇവർക്ക് എന്തില്ല എസ്? ഇതിനെ തന്നെ നമ്മൾ മലയാളത്തിലും പറയാം അല്ലേ? പെട്ടെന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളം വാക്കാക്കിയിട്ട് മാറ്റാം. ഐ യു എന്നുള്ളതിനെ യോ ആക്കിയിട്ട് അയ്യോ ദേവി. അയ്യോ ദേവിക്ക് എസ് ഇല്ല. അപ്പൊ ഐ യു ദേവി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? പ്ലേ എന്ന് എഴുതണം. എസ് ഇല്ലാത്ത വെർബ് എഴുതണം. ഇനി മുതൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില സ്ഥലത്ത് എസ് ഉള്ള വെർബ് വന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇനി നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് നന്നാവും, പെർഫെക്റ്റ് ആവും. നിങ്ങൾ ഗ്രാമറിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എസ് ഫോം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഇതല്ലാത്തത് വരുമ്പോൾ, അയ്യോദേവി അല്ലാത്തത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഷാഹിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരാളെ മാത്രം വിളിക്കുന്നത് പേരത് മാത്രമേ എനിക്ക് മൈൻഡിൽ നിൽക്കുന്നുള്ളൂ കേട്ടോ, പുതിയ സ്റ്റുഡൻറ്റിൻ്റെ. അപ്പോൾ ഇനി ഞാൻ സ്ക്രീൻ ഒന്ന് കളയാണ്. അത് ഷാഹിന എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ? ഓക്കെ, ഇനി ഞാൻ പറയുമ്പോൾ, ഞാൻ സബ്ജക്റ്റ് പറയുമ്പോൾ അതിൻ്റെ വെർബ് ഒന്ന് പറഞ്ഞു നോക്കണം. പ്ലേ ഓർ പ്ലേസ് ആണ് നമ്മുടെ വെർബ് കേട്ടോ. ഓക്കെ, ഞാൻ സബ്ജക്റ്റ് പറയും, കേട്ട് പറയണം. ഐ പറയുമ്പോൾ പ്ലേസ്, പ്ലേ എന്ന് പറയണം. ഷീ പറഞ്ഞാൽ പ്ലേസ്. അങ്ങനെ മാറ്റി മാറ്റി പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം. ഐ പ്ലേ, ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്, യു പ്ലേ, ദേ പ്ലേ, വി പ്ലേ, ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്, ദേ പ്ലേ, യു പ്ലേ, ദേ. പ്ലേ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുമ്പോഴൊക്കെ കറക്റ്റിന് വരുന്നുണ്ടല്ലോ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതൊക്കെ മറന്നേക്ക്. ഇനി അത് ചിന്തിക്കേ വേണ്ട. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി വേറെ ആർക്കുണ്ടെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. പുതിയതായിട്ട് ജോയിൻ ചെയ്ത സെയിൻ ലാബിത് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കുറച്ചും കൂടി സ്പീഡിലാണ് ഞാൻ പറയാം. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പറയാം കേട്ടോ. ഐ പ്ലേ, ഷീ പ്ലേസ്, യു പ്ലേ, ദേ പ്ലേ, ഇറ്റ് പ്ലേസ്,
ഷി, plays, രാമു, play, അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ? ഞാൻ പേര് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. പേര് വന്ന പ്ലേ ആണോ പ്ലേസ് ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോവാം. നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് ബുക്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് എഴുതി വെക്കുക. അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഐ യു ദേവിയുടെ കൂടെ താഴെ നെയിംസ് വരുമ്പോഴും ഡു ആണ്, അതായത് എസ് ഇല്ല. നെയിം വരുമ്പം രാമു എന്ന് പറയുമ്പോൾ എസ് വേണം, നെയിംസ് പറയുമ്പോൾ എസ് ഇല്ല. അതും കൂടെ ചേർത്ത് എഴുതുക. അപ്പോൾ ഇത് ഇപ്പം തന്നെ നിങ്ങൾ നോട്ട് എഴുതുക. ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെഴുതിയാൽ മതി. ബ്രാക്കറ്റിൻ്റെ ചിഹ്നം കൊടുക്കുക, ഗണചിഹ്നം കൊടുക്കുക, അതിൻ്റെ നേരെ ഡു എന്ന് എഴുതുക. ഇപ്പുറത്ത് ഹി ഷീറ്റ് എന്ന് കൊടുക്കുക, നെയിം എന്ന് കൊടുക്കുക, ഡസ്. അയ്യോ ദേവിക്ക് എസ് ഇല്ല, ബാക്കി ആര് വന്നാലും എസ് വേണം. എഴുതി കഴിഞ്ഞാലൊന്ന് പറയണേ. നോട്ട് ബുക്ക് കയ്യിലില്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ കൂടെ എഴുതി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഈ വീഡിയോ ക്ലാസ് കാണുന്നവരും നോട്ട് ബുക്ക് കയ്യിൽ വെച്ചിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഈ ക്ലാസ് പ്ലേ ചെയ്യാം. എന്നിട്ട് ലൈവ് ക്ലാസ് കേൾക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ചോദ്യത്തിനൊക്കെ ആൻസർ പറഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എഴുതി കഴിഞ്ഞാൽ പറയണം കേട്ടോ. റഫായിട്ട് വരച്ച് എഴുതി വെച്ചാൽ മതി കേട്ടോ. വൃത്തിയിലൊന്നും ഇപ്പോൾ എഴുതണ്ട, പിന്നീട് മാറ്റി എഴുതിയാൽ മതി. answer okay. കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി ആ ബുക്കിൽ തന്നെ, ആ പേജിൽ തന്നെ ഇതിൻ്റെ താഴെ ഈ ഒരു സംഗതി കൂടി എഴുതി വെക്കുക. ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ഇത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ചുമ്മാ എഴുതി വെച്ചാൽ മാത്രം മതി. സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് എന്ന് പറഞ്ഞിട്ട് പ്ലേ ഇസിക്കൽ ടു ഡു പ്ലസ് പ്ലേ, പ്ലേസ് ഇസിക്കൽ ടു ഡസ് പ്ലസ് പ്ലേ. Played is equal to did plus play. ഇത് കഴിഞ്ഞാൽ പറയണേ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. 1-2 പേർക്ക് ക്ലാസ്സിൽ ജോയിൻ ആവാൻ പറ്റിയിട്ടില്ല. ഞാൻ അതാണ് പറയുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ജോയിൻ ചെയ്യണം. എനിക്ക് അവർ അവൈലബിൾ അല്ല, സോറി. അപ്പം ഇത് എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയാണ് നമ്മുടെ ടെൻസ് പഠനം തുടങ്ങുന്നത്. ഈ ടെൻസ് ഈ ഒറ്റ ക്ലാസ്സിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളിത് പഠിച്ചു തീർക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത പേജ് എടുക്കുക. ബുക്ക് നിങ്ങൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചിട്ട് ബുക്ക് തല തിരിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ
ഇങ്ങനെ വെക്കുക. എന്നിട്ട് 12 കോളം വരയ്ക്കാനുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു മാർജിൻ കൊടുക്കുക, സൈഡിൽ താഴേക്ക് ഇങ്ങനെ ഒരു മാർജിൻ കൊടുക്കുക. എന്നിട്ട് 12 കോളം വേണം. ഓരോ കോളത്തിലും 5 എക്സാമ്പിൾ എഴുതാനുള്ളതാണ്, അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇങ്ങനെ കോളം വരയ്ക്കുക. വരച്ചോളൂ കേട്ടോ, കൈകൊണ്ട് വരച്ചാൽ മതി. ഇനി സ്കെയിൽ എടുക്കാനൊന്നും പോകണ്ട, പിന്നീട് നന്നാക്കി നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് വെക്കുക. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. താഴേക്ക് 3 കോളം, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. മുകളിലൊരു ഹെഡിങ് വേണം, മാർജിൻ പോലെ കൊടുക്കാം. ഇവിടെ മുകളിൽ 4 കോളം ഇങ്ങോട്ട് വേണം. ആ 4 കോളത്തിൽ ഹെഡിങ് മാത്രം എഴുതാം കേട്ടോ, താഴെ കാണുന്നത് എഴുതണ്ട, ഹെഡിങ് മാത്രം എഴുതാം. സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഇന്നത്തെ ഈ ഒറ്റ ക്ലാസ് കൊണ്ട് ടെൻസിലെ 12 ഡിവിഷനും പച്ചവെള്ളം പോലെ പഠിക്കാൻ പോവാം. അത് ക്ലിയർ ആവും. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് അത് ക്ലിയർ ആവും. 12 ടെൻസ് ഒന്നിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ കോളം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണേ. വരച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് റെക്കോർഡ് കേൾക്കുന്നവർക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, കുറേ സമയം ലാഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിമ്പിളിൻ്റെ അതേപോലെ തന്നെ കണ്ടിന്യൂസ്, അതിൻ്റെ താഴെ നിങ്ങൾ ആം, ഈസ് എന്നൊക്കെ കാണുന്നുണ്ട്, അതൊന്നും ഇപ്പം എഴുതണ്ട. ജസ്റ്റ് ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ മതി. നമ്മൾ ടെൻസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് നമുക്കറിയാം. അതിൽ 4 ഡിവിഷൻ ഉണ്ട് എന്നുള്ള കാര്യം പലരും മറന്നിട്ടുണ്ടാവും. അതിൻ്റെ പേരൊക്കെ മറന്നിട്ടുണ്ടാവും. നമ്മളതിൻ്റെ പേര് പഠിക്കലാണ് ആദ്യം. പേര് പഠിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ടെൻസ് ഉണ്ടാക്കാൻ പഠിക്കും. ശരിക്കും നമ്മൾ ഗ്രാമറിൽ വാക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. എല്ലാ ടെൻസിലും വാക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാനും സംസാരിക്കാനും സാധിക്കും. പെർഫെക്റ്റ് ആയിട്ട്, ഗ്രാമർ പെർഫെക്റ്റ് ആയിട്ട്. പൊതുവേ സ്പോക്കൺ ഇംഗ്ലീഷുകാരൊക്കെ പറയാറുണ്ട്, ഗ്രാമർ പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാം. അവരോട് നമുക്ക് ചോദിക്കാം, ഗ്രാമർ പഠിച്ചാൽ എന്താ കുഴപ്പം, പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്താ പ്രശ്നം? അപ്പോൾ ഗ്രാമർ പേടിയാണ്. നമുക്ക് തൽക്കാലം ഗ്രാമറിനെ പേടിയില്ല. ഗ്രാമർ ആരും പഠിപ്പിക്കൂല, കാരണം ഗ്രാമർ പഠിച്ചാൽ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സ്കോപ്പ് ഇല്ല. നമ്മുടെ കയ്യിൽ ഗ്രാമർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ സംസാരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ സ്പോക്കൺ ഇംഗ്ലീഷുകാരുടെയൊക്കെ ഒരു എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ഐഡിയ ആണ്, ബിസിനസ് ഐഡിയ ആണ് ഗ്രാമർ പേടിപ്പിക്കുക, നമ്മളെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ നിർത്തുക. ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും സിമ്പിളായ ലാംഗ്വേജ് പഠിക്കാനാണ് ഏറ്റവും വലിയ ചിലവ്.
ഏറ്റവും വലിയ ഫീസ് വാങ്ങുന്നത്. ഓക്കെ, ഫിനിഷ് ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടെൻസിൻ്റെ പേര് പഠിക്കലാണ്. എങ്ങനെയാണ് ടെൻസിൻ്റെ പേര് പഠിക്കുക? ടെൻസിൽ നമുക്ക് പ്രസൻറ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഓരോന്നിലും 4 ഡിവിഷൻസ് ഉണ്ട്. ഈ ഡിവിഷൻസിൻ്റെ പേരും കൂടെ നോക്കൂ. ആദ്യത്തത് സിമ്പിളാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയണം എന്ന് പറഞ്ഞ് ടെൻസ്, ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിമ്പിളായ കാര്യങ്ങൾ പറയാൻ. നമ്മൾ ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ പറയാൻ ഈ ഒരു ടെൻസാണ് ഉപയോഗിക്കുക. ഞാൻ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, കുളിക്കാൻ പോകുന്നു, ഇതിനൊക്കെ നമ്മളിപ്പോൾ പേരാണ് പഠിക്കുന്നത്. പ്രസന്റ് സിമ്പിൾ. എങ്ങനെയാണ് പേര് പറയാ? ആദ്യം ഇത് പറയാ, എന്നിട്ട് ഇങ്ങോട്ട് പറയാം. പ്രസന്റ് സിമ്പിൾ. എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞോളൂ മനസ്സിൽ. പ്രസന്റ് സിമ്പിൾ. ഇനി ഞാൻ ഈ കോളത്തിലേക്ക് വന്നാൽ എന്തായി? പ്രസന്റ് കണ്ടിന്യൂസ്. ഞാൻ ഈ കോളത്തിലേക്ക് വന്നാൽ എന്തായി? പ്രസന്റ് പെർഫെക്റ്റ്. ഇനി ഈ കോളത്തിലേക്ക് വന്നാലോ? പ്രസന്റ് തന്നെയാണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. പ്രസന്റ് ആദ്യം വന്നത് സിമ്പിൾ ആണല്ലേ, പിന്നെ വന്നത് കണ്ടിന്യൂസ്, പിന്നെ പെർഫെക്റ്റ്. ഇവിടെ വന്നപ്പോൾ ഈ കോളത്തിൻ്റെ പ്രത്യേകത ഇതിലുള്ളതും കൂടെ കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ടെൻസ് ഉണ്ടാക്കുന്ന, സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പെർഫെക്റ്റിൻ്റെ സ്വഭാവവും കണ്ടിന്യൂസിൻ്റെ സ്വഭാവവും കൂടെ ഇവിടെ ഉണ്ടാവും. അതായത് ഇതൊരു പെർഫെക്റ്റും കണ്ടിന്യൂസും കൂടെ കൂടിയതാണ്. ആദ്യം സിമ്പിൾ, പിന്നെ കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പിന്നെ ഇത് രണ്ടും കൂടെ കൂടിയ ഒരു സാധനം. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദെൻ പാസ്റ്റിൽ വരുമ്പോഴോ? പാസ്റ്റ് നേരെ ഇങ്ങോട്ട് പോവാം, പാസ്റ്റ് സിമ്പിൾ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങോട്ട് വന്നാൽ ഫ്യൂച്ചർ, ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഇങ്ങനെ സ്പീഡിൽ ഇതിൻ്റെ പേര് പറയാൻ പഠിക്കണം. അത് പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഗ്രാമർ പഠിപ്പിക്കുന്ന ആരും ഇങ്ങനെ ഇതിൻ്റെ പേര് പറയാനൊന്നും പഠിപ്പിക്കില്ല, പക്ഷെ നമ്മളത് പഠിക്കും. നമ്മളത് മാത്രം പഠിച്ചാൽ മതി. ടെൻസ് പിന്നെ ഓട്ടോമാറ്റിക് വന്നോളും. ഓക്കെ, അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഷായിന് മൈക്ക് ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഞാനിങ്ങനെ മൗസ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പതുക്കെ കൊണ്ടുപോകാം. കുറച്ച് ആദ്യത്തെ ഞാൻ പതുക്കെയാണ് പോവുക, പിന്നെ ഞാൻ സ്പീഡ് കൂട്ടും. ഓക്കെ, ഷായിന റെഡിയാണോ? ഉണ്ടോ? ലൈവിലുണ്ടോ? സ്ക്രീനിൽ എനിക്ക് കാണൂല കേട്ടോ. ദെൻ സൈനുദ്ദീൻ, സൈൻ ലാബിദ് ലൈവിലുണ്ടോ? ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. ഞാൻ മൗസ് വെക്കുന്ന കോളം ഏതാണെന്ന് പേര് വായിച്ചാൽ മതി. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഞാൻ മൗസ് എവിടെ നിർത്തുന്നോ അതിൻ്റെ പേര് പെട്ടെന്ന് പറയണം കേട്ടോ. ഒറ്റ സെക്കൻഡിൽ പറയണേ. ആ, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി ആ ബുക്ക് ഒന്ന് മടക്കി വെക്കൂ. ടെൻസിൻ്റെ കോളം മടക്കി വെക്കൂ. മടക്കി വെച്ചില്ലേ? ബുക്ക് പൂട്ടി വെച്ചോ? സൈലാബീദ് ആ പൂട്ടി. ആ 12 ടെൻസിൻ്റെ പേരൊന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പോൾ ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. 12 ടെൻസിൻ്റെ പേര് ഒറ്റ ശ്വാസത്തിലൊന്ന് പറഞ്ഞു നോക്കൂ. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
ഓക്കെ, ക്ലിയർ ആയില്ലേ? ആ. ദെൻ റസീന ഒന്ന് പറയാം. ആ 12 ടെൻസിന്റെ പേര് ബുക്കൊക്കെ അവൻ്റെ കൂട്ടി വെച്ചേക്ക്, ബുക്കൊന്നും വേണ്ട. റസീന മൈക്കൊന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും ലിസ്റ്റ് പറയാം. നൂർജഹാൻ, അറിയുക അവൈലബിൾ ആണെങ്കിൽ മൈക്കൊന്ന് ഓൺ ചെയ്യൂ. സുജി, നിങ്ങൾ ഇന്ററാക്റ്റീവ് ആവണം കേട്ടോ. മൈക്ക് ഓൺ ചെയ്യാൻ അറിയാത്തവർ ശ്രദ്ധിക്കുക. മൈക്ക് നിങ്ങൾ ജസ്റ്റ് മൊബൈലിന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യുക. മൊബൈലാണെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്യുക. സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് മൈക്കിന്റെ പാനൽ പൊങ്ങി വരും. അപ്പോൾ ജസ്റ്റ് അത് ഓൺ ചെയ്യാം. നൂർജഹാൻ ഓൺ ആക്കിയിട്ടുണ്ട്, പറഞ്ഞോളൂ. 12 ടെൻസ് ബുക്ക് ഒന്നും നോക്കാണ്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് പറയും. 12 ടെൻസിന്റെ പേര് ഒറ്റ ശ്വാസത്തിൽ ഒന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല സാർ, അത് എന്താ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ, ഒരു 5 മിനിറ്റ് ആയിട്ടില്ല ഞാൻ കേറിയിട്ട്. കയറിയിട്ട് അത്ര ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഫിദ നസറിൻ അവൈലബിൾ ആണോ? ദീപകൊക്കെ പ്രശ്നമായിരുന്നു അല്ലേ കയറാൻ? ഞാനത് പറഞ്ഞ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. അത് ഗൂഗിൾ മീറ്റ് പോലെ ലിങ്ക് ഇടുമ്പോൾ ജോയിൻ ചെയ്യാനുള്ളതല്ല. ഞാൻ ഇന്ന് രാവിലെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ രജിത ഒക്കെ ലേറ്റ് ആയിട്ടാണ് കയറിയത്. ദെൻ ദീപ, അഞ്ജു നേരത്തെ ഇല്ലേ? അഞ്ജു ഒന്ന് പറയാൻ പറ്റുമോ? അതെ സാർ, നേരത്തെ ഉള്ളതാണ്. എന്നാ 12 ടെൻസിന്റെ പേര് ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂ, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പറഞ്ഞോളൂ. ഇത് റെക്കോർഡ് കാണുന്നവർക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. ഇപ്പൊ ഇതേപോലെ എല്ലാവരും ഇതൊന്ന് ബൈഹാർട്ടാക്കി വെക്കുക കേട്ടോ. വെറുതെ ചുമ്മാ ബൈഹാർട്ടാക്കി വെച്ചോളൂ, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഞാൻ അടുത്ത ഒരു സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. അതായത് ആദ്യത്തെ ടെൻസ് ഏതാണെന്ന് പറഞ്ഞത്? പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിളിൽ നമ്മൾ ഈ കോളം, നിങ്ങളുടെ ബുക്ക് മറിച്ച് വെക്കുക, ബുക്ക് തുറക്കുക. ഈ കോളത്തിൽ 5 എക്സാമ്പിൾ എഴുതണം. ആ 5 എക്സാമ്പിൾ ഞാൻ മലയാളത്തിലാണ് പറയുക, നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് എഴുതണം. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. നിങ്ങൾ ഇപ്പം തന്നെ എഴുതണ്ട, ശരിയാണ് എന്ന് കൺഫേം ആയതിനു ശേഷം ഈ കോളത്തിലേക്ക് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബുക്കിന്റെ ഈ പേജ് കോളം തുറന്നു വെക്കുക കേട്ടോ. ഞാൻ വേറെ പേജിലേക്ക് പോവുകയാണ്. ഞാൻ എഴുതുന്നു എന്ന് എങ്ങനെ പറയും? ചൈന പറയും. ഞാൻ എഴുതുന്നു സിമ്പിളായി പറയണം. ING നാമൊന്നും യൂസ് ചെയ്യരുത്. ഞാൻ എഴുതുന്നു എന്ന് എങ്ങനെ പറയും? കിട്ടിയോ? ഞാൻ പറയാം. ഫസ്റ്റത്തത് ഐ റൈറ്റ് മതി. ഞാൻ എഴുതുന്നു, ഐ റൈറ്റ്. എന്തെഴുതുന്നു? ഒരു കത്ത്. അപ്പോൾ എ ലെറ്റർ എന്ന് വേണം. തൽക്കാലം ഇവിടെ നമുക്ക് അത് മാത്രം മതി. ഐ റൈറ്റ്, സബ്ജക്റ്റും വെർബും മാത്രം. രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ പറയാം. അവൻ തിന്നുന്നു എന്ന് എങ്ങനെ പറയും? അഞ്ജു എന്ന് പറയാം. അവൻ തിന്നുന്നു എങ്ങനെ പറയും? നിങ്ങളിപ്പോ തന്നെ എഴുതല്ലേ? ഈറ്റ്സ്. അവിടെ എസ് വേണം അല്ലെ? ഈറ്റ് എഴുതിയ തെറ്റി, ഈറ്റ്സ് വേണം. അങ്ങനെയാണെങ്കിൽ മുബീന പറയാം. അവർ നടക്കുന്നു എന്ന് എങ്ങനെ പറയും മുബീന? They walk. എസ് ഫോം വേണ്ടേ? വേണ്ട. മേരി ഓടുന്നു. ഷൈൻ എന്ന് പറഞ്ഞു മേരി ഓടുന്നു. മേരി റൺസ്. ദെൻ സൈലാബിദെ, അനു ആൻഡ് വിനു കളിക്കുന്നു. എന്താ സാർ പറഞ്ഞ കേട്ടില്ല. അനു ആൻഡ് വിനു കളിക്കുന്നു. ING ഇവിടെ പറഞ്ഞാൽ നല്ല തലമണ്ട കടി കിട്ടും. ING കൊണ്ട് വന്നാൽ അനു ആൻഡ് വിനു പ്ലേ. പേരെന്ന് പറയോ? ഒന്ന് സൈലാബിദാണ്, മറ്റേത് നൂർജഹാൻ. എസ് ഫോം വേണ്ടേ? എസ് ഫോം വേണ്ടേ അവിടെ? വേണ്ടേ? എസ് ഫോം വേണ്ടേ? വേണ്ട. കാരണം അതിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്.
അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംശയം ഇനി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഡൗട്ട് ഇല്ല ഇനി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇനി ഡൗട്ടേ ഇല്ല, ക്ലിയർ ആണ്. ആര് തെറ്റ് ചെയ്താലും. അപ്പൊ ഇതൊക്കെ തെറ്റിച്ച് എഴുതാറുണ്ട്. ഞാനും തെറ്റിച്ചിരുന്നു പണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വരെ ഇതൊക്കെ തെറ്റിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിനി തെറ്റാൻ പാടില്ല. സിറ്റ് ക്ലിയർ ആയില്ലേ? വേഗം ഇതെടുത്തിട്ട് ഒന്നാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്തോളൂ. ഇതേപോലെ ഫില്ല് ചെയ്യാം. നോട്ട് ബുക്കിലോ? ബുക്കിൽ ഒന്നാമത്തെ കോളത്തിൽ ഇതേപോലെ ഫില്ല് ചെയ്യാം. 5 എക്സാമ്പിൾ എഴുതാം. പ്രസന്റ് സിമ്പിളിന്റെ കോളത്തിൽ സ്പീഡ് ആക്കിക്കോളൂ കേട്ടോ. എക്സാമ്പിൾ എഴുതാം. എഴുതുന്നതിന്റെ കൂടെ ഞാൻ പറയുന്നത് കൂടെ ശ്രദ്ധിക്കുക. പ്രസന്റ് സിമ്പിള് എന്തിനാണ് ഉപയോഗിക്കാന്ന് മലയാളത്തിൽ പെൻസിൽ കൊണ്ടൊന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ. എല്ലാം കൂടെ എഴുതി നിങ്ങൾ വൃത്തിയേടാക്കരുത്, നല്ല വൃത്തിയിൽ എഴുതി വെക്കണം. കാരണം ഇത് ലൈഫ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ്. പ്രസന്റ് സിമ്പിൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുക, അതൊന്ന് 2 സിറ്റുവേഷനിലാണ്. ഒന്ന് ഡെയിലി ഹാബിറ്റ്സ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ടെൻസിൽ സംസാരിച്ചാൽ മതി, എഴുതിയാൽ മതി. ഡെയിലി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, ഓഫീസിൽ പോവുക, ടൗണിൽ പോവുക, കളിക്കാൻ പോവുക, കുളിക്കാൻ പോവുക, ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ സിമ്പിളായി പറഞ്ഞാൽ മതി. അതിനൊന്നും വെറുതെ ING ചേർക്കരുത്. എപ്പോഴും നമുക്കുള്ള ഒരു സ്വഭാവമാണ് വെറുതെ ING ചേർക്കുക. ഐ ആം ഗോയിങ് ടു ടൗൺ, ഞാൻ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്നും പറയണ്ട. ഞാൻ പോവാണ്. ഐ ഗോ ടു പ്ലേ, ഐ ഗോ ടു ടൗൺ, ഐ ഗോ ഫോർ എ റൗണ്ട്, ഞാൻ ഇറങ്ങാൻ പോവാം, ഐ ഗോ ഫോർ എ റൗണ്ട്. അങ്ങനെ പറയാം. ഫിനിഷായോ പറഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങളുടെ സമയം അത്രയും നേരം ഉണ്ടാകുന്ന റെക്കോർഡ് ചെയ്യിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കോളം ഫിനിഷ് ആയാൽ പറയും. ആയില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ ഇതിൽ പറഞ്ഞാൽ മതി. ഞാൻ കുളിക്കാൻ പോവാണ്, ഐ ഗോ ടു ബാത്ത്. ഐ ആം ഗോയിങ് ടു ബാത്ത് എന്നല്ല, ഐ ഗോ ടു ബാത്ത്. ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ, ഡെയിലി കുളിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയേണ്ടത്, ഐ ഗോ ടു ബാത്ത്. ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കുളിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പറയാം, ഐ ആം ഗോയിങ് ടു ബാത്ത് എന്ന്. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു 2 സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു സിറ്റുവേഷൻ ഡെയിലി ഹാബിറ്റ്സ്, അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷനോ അത് നാച്ചുറൽ ട്രൂത്ത് പറയാൻ വേണ്ടിയിട്ടാ. പ്രകൃതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയാ. സൂര്യൻ ഉദിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അസ്തമിക്കുന്നു, ഇതൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് പറയാം. അതൊന്നും കണ്ടിന്യൂസ് ആക്കാൻ പാടില്ല. അപ്പൊ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം. അപ്പൊ കുറച്ചും കൂടെ ഇംഗ്ലീഷ് നന്നാവും. എഴുതി കഴിഞ്ഞോ? സ്പീഡിൽ എഴുതണം കേട്ടോ. സെല്ലാബിത് എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളത്തിലേക്ക് പോവാം. നമ്മൾ ഈ എല്ലാ കോളം ഫില്ല് ചെയ്യണം കേട്ടോ, ബാക്കി നിങ്ങൾ ചെയ്യലാണ്. അപ്പോൾ നെക്സ്റ്റ് കോളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് കോളത്തിന്റെ പേര് കണ്ടിന്യൂസ് എന്നാണ്. കണ്ടിന്യൂസിന് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടിന്യൂസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസിൽ ING ഉണ്ടാവും. ഇനി ഏതെങ്കിലും സെന്റൻസിൽ നിങ്ങൾ ING എന്ന് കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു സെന്റൻസിൽ സബ്ജക്റ്റും വെർബും മാത്രം കണ്ട് സിമ്പിൾ ആയി കിടന്നാൽ അത് സിമ്പിൾ പ്രസന്റാണ്. ING കണ്ടാൽ അത് കണ്ടിന്യൂസാ. കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൽ ING ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സെന്റൻസിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും? ഇതിനെടുത്തിട്ട് ഇവിടെ എഴുതാം, എന്തായിരിക്കും?
ഐ റൈറ്റിനെ ഇങ്ങോട്ട് മാറ്റിയാൽ ഒന്ന് പറഞ്ഞോളൂ ഒന്നുകൂടി. ഐ. ഇനി ഇതിന്റെ ഇടയിൽ ഒരാൾ വരും, അത് ഇതിലേതെങ്കിലും ഒന്നാ, ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തായിരിക്കും? ഐ ആം റൈറ്റിംഗ്. അപ്പോൾ ഇനി നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കോളം ഫില്ല് ചെയ്യുക കേട്ടോ. ഐ ആം റൈറ്റിംഗ് എഴുതിക്കോളൂ, കോളത്തിലേക്ക് എഴുതിക്കോളൂ. ഐ ആം റൈറ്റിംഗ് കറക്റ്റ് ആണ്. ദെൻ ഞാൻ രണ്ടാമത്തെ ചോദിക്കുകയാണ്. മുബീന ഒന്ന് പറയൂ, രണ്ടാമത്തെ സെന്റൻസ് എങ്ങനെയായിരിക്കും? ഹി ഈസ് ഈറ്റിംഗ് വരും. അപ്പൊ ഇതിപ്പോ തന്നെ എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്, അത് നിങ്ങൾ എഴുതുക. ഹി ഈസ് ഈറ്റിംഗ് എഴുതുക. അടുത്തത് ഷാഹിന പറയണം. അടുത്ത എക്സാമ്പിൾ എങ്ങനെ വരും? ദേ വാക്ക് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായി മാറും? ഒന്ന് പറയോ? ഷാഹിനത് വിവരമൊന്നും ഇല്ലല്ലോ, പോയോ? അഞ്ചു. Yes, sir. They are walking. ദേ ആർ വാക്കിംഗ്. അപ്പോൾ അത് ബുക്കിലേക്ക് മാറ്റിയിട. ദേ ആർ വാക്കിംഗ്. മൂന്നാമത്തെ എക്സാമ്പിൾ. അഞ്ച് തന്നെ അടുത്ത എക്സാമ്പിൾ ഒന്ന് പറയാം. മേരി. Mary is running. മേരി ഈസ് റണ്ണിങ്. അത് ലാസ്റ്റ് എക്സാമ്പിൾ കൂടെ ഒന്ന് പറഞ്ഞു. Anu and Vinu are playing. ഓക്കെ. അപ്പോൾ 5 എക്സാമ്പിളായി. ഈ 5 എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കോളത്തിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യുക. അത് വളരെ സിമ്പിളാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി ശ്രദ്ധിക്കുക, എപ്പോഴാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ സംസാരിക്കാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമല്ലാത്ത ചില കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ അങ്ങോട്ട് മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നും കോളേജിലേക്ക് പോവാറുണ്ട്. ഞാൻ പറയും ഐ ഗോ ടു കോളേജ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറയും ഞാൻ കോളേജിൽ പോവാണ്. ഐ ഗോ ടു കോളേജ്. എന്നും ഞാൻ കോളേജിലേക്കാണ് പോവുക. അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, തിരൂർ തന്നെയാണ്. ഒരു ദിവസം ഞാൻ എറണാകുളം പോവാണ്. അത് ഞാൻ സ്ഥിരം പോകുന്നില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് പോവാം, ഐ ആം ഗോയിങ് ടു എറണാകുളം ടുഡേ. ഇന്ന് ഞാൻ കോളേജിലേക്കല്ല, ഇന്ന് അപൂർവമായിട്ട് ഞാൻ എറണാകുളം പോവാം. ഐ ആം ഗോയിങ് ടു എറണാകുളം ടുഡേ. ഞാൻ എറണാകുളം പോയിക്കൊണ്ടിരിക്കുക. പോവാണ് എന്നുള്ള അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക. ഇതാണ് കണ്ടിന്യൂസിൻ്റെ പ്രത്യേകത. ഓക്കെ. അപ്പോൾ ഇത് ചിന്തിച്ചിട്ട് അല്പം സംസാരിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. സംസാരിക്കുമ്പോൾ നമ്മളിവിടെ ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ഇവിടെ വരുന്ന ഈ ഫോർമാറ്റുകളാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. ഇനിയുള്ള ടെൻസാണ് നമുക്ക് ഇത്തിരി ഒരു പ്രയാസമുള്ളത്. അതായത് അടുത്ത ടെൻസ് ഏതായിരുന്നു? പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ് പെർഫെക്റ്റ്? ഈ കോളം നിങ്ങൾ ഫിനിഷ് ചെയ്തല്ലോ അല്ലെ? അഞ്ചു ഇത് ഫിനിഷ് ആയില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാം കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ്? ഞാൻ പറഞ്ഞുതരാം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയതാണ്, അതായത് പൂർണ്ണമായതാണ്, പൂർത്തിയായതാണ്. എന്തോ ഒരു ആക്ടിവിറ്റി റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്ന രീതി ഉണ്ട് അല്ലെങ്കിൽ ടുണ്ട് എന്നാണ്. ഉണ്ട് ടുണ്ട് എന്നുള്ള വാക്കിന് ആണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുക. നമുക്കറിയാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത പറയാൻ വേണ്ടി എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ ടുണ്ട് എന്ന് പറഞ്ഞാലോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ്, ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നാണ്. അത് ഒരുപാട് സമയമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. എന്തായാലും നമ്മളത് മലയാളത്തിൽ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും സിറ്റുവേഷനിൽ ഉണ്ട് ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കുക, ഉണ്ട് ടുണ്ട് പെർഫെക്റ്റ്. ഇതിനൊരു പ്രത്യേകത, ഇതിന്റെ ഫോർമാറ്റിലെ പ്രത്യേകത സബ്ജക്റ്റിന്റെ ഇടയിൽ ഹാവോ ഹാസോ വരും എന്നുള്ളതാണ്. പിന്നെ V3 ഉണ്ട്, അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഹാവും ഹാസും വരും. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഹാവും ഹാസും യൂസ് ചെയ്യാം. ഹാവും ഹാസും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒരു മലയാളം വേർഡ് പറയുന്നു, അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് പറയാം. സൈലാബ് ഒന്ന് ട്രൈ ചെയ്യൂ. എനിക്കൊരു കാറുണ്ട്. എങ്ങനെ പറയും? ഹാവും ഹാസും വെച്ചിട്ട് പറയണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട്
എനിക്കൊരു കാർ ഉണ്ട് എങ്ങനെ പറയും? I have a car. ഐ ഹാവ് എ കാർ. അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെ പറയും? സെയിലാക്കി She has a car. ഷി ഹാസ് എ കാർ. അപ്പോൾ അവിടെ ഹാസ് ആയി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെ പറയും? We have a car. ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഞങ്ങൾക്കൊരു കാർ ഉണ്ട്. വി ഹാവ് എ കാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെ പറയും? You have a car. യു ഹാവ് എ കാർ. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ പറയും. വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. യു ഹാവ് എ കാർ. അവനൊരു കാർ ഉണ്ട്. He has a car. ഹി ഹാസ് എ കാർ. കറക്റ്റ്. അവർക്കൊരു കാർ ഉണ്ട്. They have a car. ദേ ഹാവ് എ കാർ. ദേ ഹാവ് എ കാർ കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ചിലർക്ക് ഇത് കൺഫ്യൂഷൻ മാറിപ്പോകും. ഹാവാണ് ഹാസാണോ എന്ന് കൺഫ്യൂഷൻ വരാം. അപ്പൊ നമ്മൾ ഇത് സംസാരിക്കാനും കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. ഐ ഹാവ്, ദേ ഹാവ്, ഷി ഹാസ്, ഇറ്റ് ഹാസ്, രാമു ഹാസ്, അനിയൻ, വിനു ഹാവ് എന്ന് നമ്മുടെ നാവിൽ ഇങ്ങനെ വരണം ഓട്ടോമാറ്റിക്. അത് എങ്ങനെ വരുത്തിക്കാം? സംസാരിക്കുമ്പോൾ പലപ്പോഴും തെറ്റി പോവാറില്ലേ? അതിനി തെറ്റാതിരിക്കാൻ എന്താണ് മാർഗം? അത് തെറ്റാതിരിക്കാൻ ഇനി നമ്മൾ ഗ്രാമറിനും കൂടെ അത് ആവശ്യമാണ്. അതിന് നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. പുതിയ ട്രിക്കൊന്നുമല്ല, പണ്ട് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട അതേ ട്രിക്ക് തന്നെയാണ്. ഐ, യു, ദേ, വി, ഹാവ്. അയ്യോ ദേവിക്ക് ഹാവ്, ബാക്കി ആര് വന്നാലും ഹാസ്. ഇതന്നെയാണ് ഇവിടെ ട്രിക്ക്. അതായത് ഹാവ് എന്ന് പറഞ്ഞാൽ എസ് ഇല്ലാത്ത ഫോമാണ്, ഹാസ് എന്ന് പറഞ്ഞാൽ എസ് ഉള്ള ഫോമാണ്. അയ്യോ ദേവിക്ക് ഹാവ്, ബാക്കി ആര് വന്നാലും. ഇപ്പൊ ഇത് നിങ്ങൾ എഴുതി കണ്ട ഫസ്റ്റ് പഠിച്ചതിന്റെ മേലെ ആ പേജ് എടുത്തിട്ട് ഇവിടെ ഡൂവിന്റെ മുകളിൽ ഹാവ് എന്ന് എഴുതി വെച്ചാൽ മതി. ഡസിന്റെ മേലെ ഹാസ് എന്ന് എഴുതി വെച്ചാൽ മതി. അതും ക്ലിയർ ആയി. ഇതൊക്കെ ക്ലിയർ ആയാൽ പിന്നെ പേടിക്കേ വേണ്ട. സംസാരിക്കാനോ ഗ്രാമറിൽ എഴുതാനോ മറ്റുള്ള കാര്യങ്ങൾ എന്താ പറയാ ഗ്രാമറിന്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നതൊന്നും നോ പ്രോബ്ലം. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്താണ് മെയിൻ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ദെൻ അഞ്ചു ലൈവിലുണ്ടോ? ഒന്ന് ഓൺ ചെയ്യോ? അഞ്ചു പോയോ? ഉണ്ട് സർ. ഞാൻ സബ്ജക്റ്റ് പറയുമ്പോൾ ഹാവാണോ ഹാസാണോ പെട്ടെന്ന് പറയണം കേട്ടോ. നേരത്തെ പ്ലേസ് പറഞ്ഞ പോലെ ഐ ഹാവ്, ഷീ ഹാസ്. രാമു. എന്താണ് സർ? രാമു ഹാസ്. അനു ആൻഡ് വിനു. അനു ആൻഡ് വിനു ഹാവ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ ആ കാര്യത്തിൽ? ഇനി ഹാമു ഹാസിന് ജീവിതത്തിൽ തെറ്റി പോകില്ലല്ലോ. കൺഫ്യൂഷനേ ഉണ്ടാവരുത്. നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ ഈ ടെൻസ് നോക്കുന്ന സമയത്ത് ഈ ഫോമിൽ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ശരിക്കും സാധാരണ സെന്റൻസുകളാണ്. ഇതൊന്നല്ല നമുക്കിവിടെ വേണ്ടത്. ഇത് ഉടമസ്ഥത പറയുന്നതാണ്. അതല്ല നമ്മൾ ഈ കോളത്തിൽ കണ്ടത് ഇതിനങ്ങോട്ട് മാറ്റി എഴുതണം. അപ്പോൾ വെർബിന്റെ V3 ഫോം യൂസ് ചെയ്യണം. എല്ലാ വെർബിനും 3 ഫോം ഉണ്ട്, V1, V2, V3 എന്ന്. അതിൽ V3 ഫോമാണ് ഇവിടെ എടുത്തെഴുതുക. അപ്പോൾ റൈറ്റ് ആണെങ്കിൽ അതിന് റോട്ട് എന്നും റിട്ടൺ എന്നും ഫോം ഉണ്ട്. ആ റിട്ടൺ ഫോമാണ് ഇവിടെ V3 പറയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് V3 ഫോമും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. V3 ഫോം ഞാൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ റൈറ്റിന് നോക്കൂ, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഈറ്റിന്റെ സെക്കൻഡ് ഫോം ഒന്ന് പറയാം സൈലാബിലെ. സ്പീഡ് പറഞ്ഞോ, പെട്ടെന്ന് നമുക്ക് പോവാം. ഈറ്റ്. ഈറ്റിന് സത്യത്തിൽ മറന്നുപോയി. ഓക്കെ. ഇതിന് അഞ്ചൊന്ന് പറയാം. ഈറ്റൻ. മറന്നു അല്ലേ? വാക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ആ പേജ് ഞാൻ എടുക്കാം.
ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ എഴുതണ്ട, എഴുതി സമയം കളയണ്ട, സ്ക്രീൻഷോട്ട് എടുക്കണേ. റൈറ്റ് റോട്ട് റിട്ടൺ, ഈറ്റ് എയ്റ്റ് ഈറ്റൺ, വാക്ക് വാക്ക്ഡ് വാക്ക്ഡ്. നമുക്ക് വേണ്ട 5 വാക്കുകൂടെ ഉണ്ട് കേട്ടോ. റൺ റാൻ റൺ. റണ്ണ് റാനാവും, പിന്നീട് ഒന്നാമത്തേക്ക് തന്നെ തിരിച്ചു വരും റൺ. പ്ലേ പ്ലേഡ് പ്ലേഡ്. ഇത്രയാണ് 5 എണ്ണം നമുക്ക് ഇപ്പോൾ വേണ്ടത്. പ്ലേഡ്. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. എന്നിട്ട് നിങ്ങൾ ബുക്കിൽ ഒരു പേജിൽ കാണിക്കണം ഫോംസ് ഓഫ് വെർബ്. വെർബിൻ്റെ ഫോംസ്. നമുക്ക് കുറേ വെർബൊക്കെ പഠിക്കണം. കുറച്ച് ഈ പറഞ്ഞ ഗ്രാമറും അതിൻ്റെ കൂടെ കുറച്ച് വെർബും അതിൻ്റെ ഫോംസ് ഉണ്ടെങ്കിൽ നമുക്ക് ചറപറാന്ന് സംസാരിക്കാം. അതിനുള്ള അവസരം, സംസാരിക്കാനൊക്കെ ഉള്ള അവസരമൊക്കെ ഉണ്ടാക്കിത്തരാം. ഓക്കെ. ദെൻ റൺ പ്ലേ പ്ലേ. ഇനി ഇവിടെ നോക്കൂ, ഗോ ഞാൻ വെറുതെ എഴുതിയതാണ്. ഗോ വെന്റ് ഗോണ്. അതായത് ഗോ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആണ് പാസ്റ്റ് ഇത് വരുന്നത്. അങ്ങനെയും ചിലപ്പോൾ വരാം. ഇത് നോക്കൂ, പുട്ടിൻ്റെ പാസ്റ്റ് എന്താ? പുട്ടന്നെ. അടുത്തതും പുട്ടന്നെ. 3 ഫോമും പുട്ട്. അങ്ങനെയും വരാം. കട്ട് 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 എന്ന് പറയാം. ഇനി ഇതേപോലെ വരുന്ന വേറെ സാധനമുണ്ട്. റീഡ് റെഡ് റെഡ്. റീഡ് എന്ന് പറഞ്ഞാൽ READ. റെഡ് എന്ന് പറഞ്ഞാലോ READ. സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷെ ഉച്ചാരണം മാറും. ഇവിടെയും സെയിം സ്പെല്ലിംഗ് ആണ്, ഉച്ചാരണം മാറും. അപ്പം അങ്ങനെയൊക്കെ വരും. അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഇതൊന്നുമല്ല. ഇവിടെ നമുക്ക് എക്സാമ്പിൾ എഴുതണം. എവിടെ? 3ാമത്തെ കോളത്തിൽ. അപ്പോൾ 3ാമത്തെ കോളത്തിൽ നിങ്ങൾ ആദ്യത്തെ എക്സാമ്പിൾ എഴുതിക്കോളൂ. ഐ ഹാവ് റിട്ടൺ. 3ാമത്തെ കോളം എടുക്കുക. ഐ ഹാവ് എന്താണ് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഐ ആയതുകൊണ്ട് ഹാവ് ചേർത്തു. 3ാമത്തെ ഫോം വെർബ് 3 റിട്ടൺ എടുത്തു. ഐ ഹാവ് റിട്ടൺ. ദെൻ അടുത്ത എക്സാമ്പിൾ മുബീന ഒന്ന് പറയോ? അടുത്ത എക്സാമ്പിൾ. He has eaten. ഹി ഹാസ് വന്നല്ലോ അല്ലേ? ഹാസ് വന്നു. ഹി ഹാസ് ഈറ്റൺ. അടുത്ത എക്സാമ്പിളും കൂടെ ഒന്ന് പറയാം മുബീന. They have walked. ഓക്കെ. അടുത്ത എക്സാമ്പിൾ പറയൂ. Mary has running. അല്ല, Mary has run. റൺ. ഓടിയിട്ടുണ്ട്. മേരി ഓടിയിട്ടുണ്ട്. ഇതാണ് ടുണ്ട് ടുണ്ട് എന്ന് വരുന്നത് കേട്ടോ. അടുത്ത എക്സാമ്പിൾ എന്തായിരിക്കും? അടുത്തത് Anu and Vinu have played. പ്ലേഡ്. ഓക്കെ. അപ്പോൾ ഹാവ് ഹാസ് ഇനി കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാൾക്കും ഇനി ഹാവ് ഹാസ് കൺഫ്യൂഷൻ വരാൻ പാടില്ല. 5 എക്സാമ്പിൾ പെട്ടെന്ന് എഴുതിക്കോളൂ. ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ഊട്ടി പോയിട്ടുണ്ട്, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ, ഷി ഹാസ് സീൻ. അവൾ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വി ഹാവ് സീൻ. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് സംസാരം ശരിയാക്കണം. ശരിയായി വരും ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ. അവൾ എന്നെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഷി ഹാസ് സീൻ മീ. എന്നെ കണ്ടിട്ടുണ്ട്. സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഫോംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. എഴുതി കഴിഞ്ഞോ ഈ ഒരു കോളം? നമ്മളിപ്പോൾ അവസാനിപ്പിക്കട്ടോ. ഇനി സിമ്പിളാണ്, ഇനി തീർന്നു. എഴുതി കഴിഞ്ഞോ? 5 എക്സാമ്പിൾ എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓക്കെ. യൂസ് ചെയ്യുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഞാൻ ചോദിക്കും, നിങ്ങൾ എഴുതിയോ? ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കൽ ഇങ്ങനെയാണ്, ഡിഡ് യു റൈറ്റ്? യെസ് സർ, ഐ ഹാവ് റിട്ടൺ. നമ്മൾ സാധാരണ ഒപ്പിച്ചൊപ്പിച്ച് പറയും യെസ് ഐ റൈറ്റ്, അല്ലെങ്കിൽ ഐ ഡിഡ് റൈറ്റ്, അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ഇനി നിങ്ങൾ പറയരുത്. ഡിഡ് യു റൈറ്റ്? യെസ് ഐ ഹാവ് റിട്ടൺ സർ. അങ്ങനെ ഗ്രാമർ പക്ക കറക്റ്റ് ഗ്രാമറിലായിട്ട് സംസാരിക്കുക.
ഓക്കെ, അങ്ങനെ ആവണം നിങ്ങൾ. ഇനി ഇവിടെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്. ഇറ്റ് മുബീന, അടുത്ത കോളം എങ്ങനെ ഫില്ല് ചെയ്യും? എന്തായിരിക്കും? I have been writing. ആ, അടുത്തതോ? He has been eating. ഓക്കെ, They അടുത്തതോ? have been ഉം. walking. ഓക്കെ, അടുത്തതോ? Mary has been running. ഓക്കെ, അടുത്തതോ? Anu and Vinu have been ഉം. playing. പ്ലേയിങ്. അപ്പോൾ ഗ്രാമറിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു ടെൻസാണിത്. ആ ടെൻസ് ഓട്ടോമാറ്റിക് നിങ്ങളുടെ മൈൻഡിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഈ ട്രാക്കിലേക്ക് വന്നു എന്നർത്ഥം. നിങ്ങൾക്ക് പേടിയായിരുന്ന ഇംഗ്ലീഷിലെ ഗ്രാമർ, ടെൻസ് ഇതൊക്കെ പേടിച്ചിരുന്ന ഒരു സംഗതി, അതിന് പേര് പോലും അറിയാത്ത ആൾക്കാരായിരുന്നു നിങ്ങൾ. നിങ്ങളൊക്കെ ഈ ട്രാക്കിലേക്ക് വന്നു എന്നർത്ഥം. ഓക്കെ, മൈൻഡിൽ ടെൻസിൻ്റെ ഒരു ബോധം വന്നു. ടെൻസിന് ശരിക്കും ബോധമാണ് വേണ്ടത്. ടെൻസിനെ കുറിച്ചൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ യു ഡോണ്ട് വറി അബൌട്ട് ദിസ്. ഓക്കെ, അപ്പോൾ വേഗം കൊണ്ടുപോയിട്ട് എഴുതിക്കോളും. വേഗം ഈ കോളത്തിൽ എഴുതാട്ടോ. 5 എക്സാമ്പിൾ എഴുതും. എഴുതി കഴിഞ്ഞാലൊന്ന് പറയണേ. I have been writing, he has been eating, they have been walking, Mary have been running. കഴിഞ്ഞോ? I have been writing. അപ്പോൾ നിങ്ങൾ എഴുതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും ഈ എക്സാമ്പിൾ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ടെൻസിൽ നമ്മൾ എപ്പോഴാണ് സംസാരിക്കുക, ഇതിൻ്റെ സിറ്റുവേഷൻ എന്താ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഹാവ് ബീനൊക്കെ വെച്ചിട്ട് സംസാരിക്കുക. ഇതിൻ്റെ പ്രത്യേകത നോക്കൂ. ഹാവ് ഉണ്ട്, അത് ഇതിൻ്റെ സ്വഭാവമാണ്. പെർഫെക്റ്റിൻ്റെ ഹാവ് ഉണ്ട്, പെർഫെക്റ്റിന് കാണുന്നതുകൊണ്ട് ഹാവ് ഉണ്ട്. കണ്ടിന്യൂസ് കാണുന്നതുകൊണ്ട് ING ഉണ്ട്. അപ്പോൾ ടെൻസിനെ തിരിച്ചറിയാനും എളുപ്പമാണ്. ഹാവ് കണ്ടാൽ പെർഫെക്റ്റ് ആണെന്ന് അറിയാം. പെർഫെക്റ്റിൻ്റെ സ്വഭാവമാണ് ഹാവ്. ING കണ്ട കണ്ടിന്യൂസ്. അപ്പോൾ ഈ ടെൻസിൻ്റെ പേര് നമുക്ക് സെൻറ്റൻസ് നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റും. ഈ ഹാസ്, ഹാവോ ഹാസു വന്നാൽ പെർഫെക്റ്റ് ആണ്, ING കണ്ട കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ടെൻസിൻ്റെ പേര് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. എന്തിലെ? പ്രസൻറ്റിലെ. ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് ഏത് സിറ്റുവേഷനിലാണ് സംസാരിക്കുക. സൈലാബ് ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കേ. ഇത് കണ്ടിന്യൂസ് ആണ്. ഇത് എപ്പോഴാണ് സംസാരിക്കുക? അതായത് ഇവിടെ ഒരു കണ്ടിന്യൂസ് ഉണ്ട്, ഇതും ഒരു കണ്ടിന്യൂസ് ആണ്. അപ്പം 2 കണ്ടിന്യൂസ് എന്തിനാണ്? ഒന്ന് വലിയ കണ്ടിന്യൂസ് ആണ്, ഇത് ചെറിയ കണ്ടിന്യൂസ് ആണ്. എന്താണ് ഈ വലിയ കണ്ടിന്യൂസും ചെറിയ കണ്ടിന്യൂസും?
ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, റൈറ്റിംഗ് ഒരു ആക്ടിവിറ്റിയാണ്. റൈറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ശരി, ദിവസങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള ടെൻസാണ് ഇത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ദിവസങ്ങളോ മാസങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവോ? വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്ത് പോവോ ഒരു ആക്ടിവിറ്റി? മുബീന പറയും, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്ത് പോവോ? എന്തെങ്കിലും ഒരു പണി പോവോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ പോണത്? നോവലൊക്കെ പോവില്ലല്ലോ അല്ലേ? പോവോ? യെസ് ഓർ നോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നോ, ഉറപ്പാണ് പോവില്ല എന്നല്ലേ? ഒരു ആക്ടിവിറ്റി ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു പോവില്ലല്ലോ. വർഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു പോവോ? മുബീനല്ലേ പറയേണ്ടത്? പോവില്ലല്ലോ. ഇല്ല. മുബീന ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്താ പരിപാടി? യൂണിവേഴ്സിറ്റിയിൽ എന്താ ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യാണല്ലേ? എന്ന് തുടങ്ങിയതാ? 1 year. ഒരു കൊല്ലായില്ലേ? യെസ്, ഒരു വർഷമായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട്? അന്ന് തുടങ്ങിയതല്ലേ? കഴിഞ്ഞ ജൂണിലെങ്ങാനും തുടങ്ങിയതാണ്. തീർന്നോ? ഇല്ല, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം തീരുമോ? അതും ഇല്ല. അപ്പോ നമ്മുടെ ചില ആക്ടിവിറ്റികൾ വർഷങ്ങളോളം നീളും. നമ്മൾ ആരോട് ചോദിച്ചാലും, ഞാൻ ആരോട് ചോദിക്കുമ്പോൾ അവർ പറയലിതാണ്, അങ്ങനെ നീണ്ടു പോകില്ല, ഉറപ്പാ. പക്ഷെ നീണ്ടു പോകും. ഇത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ടെൻസും കൂടിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് അപ്പോ മുബീന പഠിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സോറി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാളെയും ഇത് തന്നെയാണ് പരിപാടി. അങ്ങനെയുള്ള ടെൻസ്. അപ്പം ഞാനിവിടെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ ആം റൈറ്റിംഗ്. ഇവിടെ നമുക്ക് ഒരു ലെറ്റർ എന്ന് കൊടുക്കാം. ഞാനൊരു കത്ത് എഴുതുന്നു, 10 മിനിറ്റ് കൊണ്ട് തീരും. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. ഞാനൊരു നോവലാണ് എഴുതുന്നതെങ്കിലോ, ഞാനത് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തീരുമൊന്നുമില്ല, കുറച്ച് കഴിയും, ചിലപ്പം വർഷങ്ങൾ തന്നെ എടുക്കും. അപ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന, ഞാൻ പറഞ്ഞ കാര്യം ഇപ്പം മനസ്സിലായോ? കത്തിയോ? മുബീന മനസ്സിലായോ? യെസ് സർ. അപ്പോൾ ഇത് നന്നായി നോക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങളിത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ് ഒക്കെ വെക്കാം പിന്നീട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ സംസാരിക്കേണ്ട ലാംഗ്വേജ് ആണിത്. നിങ്ങൾ സംസാരിക്കുന്ന ടെൻസാണ്. ഇൻ്റർവ്യൂവർ ചോദിക്കും, മാനേജർ ചോദിക്കും, HR മാനേജർ ചോദിക്കും, വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് മൈ ഡിഗ്രി അറ്റ് SGO യൂണിവേഴ്സിറ്റി. ഐ ഹാവ് ബീൻ. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ബീൻ. ഞാൻ പറയും, എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ അറ്റ് ഏവിയേഷൻ കോളേജ്. ഐ ഹാവ് ബീൻ. കഴിഞ്ഞ വർഷമുണ്ട്, ഈ വർഷമുണ്ട്, അടുത്ത വർഷം അവിടെ തന്നെയാണ് പരിപാടി. ക്ലിയർ അല്ലേ? ഇനി കൂടുതലൊന്നും എക്സാമ്പിൾ അതിൽ പറയണ്ടല്ലോ. ഓക്കെ അല്ലേ? മുബീന ഓക്കെ അല്ലേ? സൈലാബിത് ഓക്കെ അല്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇനിയുള്ള ഒരു ടാസ്ക് ആണ്. അതായത് ബാക്കി ടെൻസ് ഞാൻ പറയണില്ല, നിങ്ങൾ എന്നെ സ്വയം എഴുതും. അതിലെ ഓരോ എക്സാമ്പിൾ മാത്രം ഞാൻ പറയും. അത് ഇത്തിരി സ്പീഡായിരിക്കും, അപ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് അടുത്ത് വരുന്ന ടെൻസ് ഏതാണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഇതാണ് പാസ്റ്റ് സിമ്പിൾ ആണ് അല്ലേ? പാസ്റ്റ് സിമ്പിൾ ഇങ്ങനെയാണ് എഴുതുക. ഐ റൈറ്റ് അല്ല, ഐ റോട്ട് എന്ന് പറയും. ഐ റോട്ട്, ഞാൻ എഴുതി. ബാക്കി 4 എക്സാമ്പിൾ നിങ്ങൾ സ്വയം എഴുതുക. ഓക്കെ, അടുത്ത കോളത്തിലേക്ക് ഞാൻ ചാടുകയാണ്. കണ്ടിന്യൂസ്. ഇവിടെ എങ്ങനെ ആയിരിക്കും? മുബീൻ ഒന്ന് പറയോ, എന്തായിരിക്കും ഇവിടെ എഴുതുക? I was writing. I was writing. I was writing. ഞാൻ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളോടല്ല,
നമ്മുടെ റെക്കോർഡ് ക്ലാസ് കാണുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയണം. കാരണം ഞാൻ ഈ ക്ലാസ് ഇത് ഫ്രീ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത്യാവശ്യം എന്താ പറയുക, വലിയ ഫീസൊക്കെ വാങ്ങിയെടുക്കുന്ന ക്ലാസ്സാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മലയാളീസിന് മാത്രമല്ല, ഞാൻ ഇൻ്റർനാഷണലി ഔട്ട് ഓഫ് കേരള എടുക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് ഇതുവരെ ഞാൻ പബ്ലിക്കായിട്ടിട്ടില്ല. ഈ ക്ലാസ് ഞാൻ പബ്ലിക്കായിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നവർ ആരായാലും, നമ്മുടെ സ്റ്റുഡൻസ് ആയാലും ശരി, പുറത്തുനിന്നുള്ള പബ്ലിക് ആയാലും ശരി, ഗ്രാമർ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് എൻ്റെ നമ്പറിൽ അയച്ചു തരണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പറിൽ അയച്ചു തരണം. പേഴ്സണൽ നമ്പറല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് അയച്ചു തരണം. ആ നമ്പർ ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങളും ലൈവ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെയും പരിപാടി അത് തന്നെയാണ്. ഇത്രയും കോളം ലാസ്റ്റ് വരെ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ എനിക്ക് ഇന്ന് കിട്ടണം, ഇന്ന് രാത്രി എനിക്ക് കിട്ടണം. ഓക്കെ. അപ്പോൾ ഐ വാസ് റൈറ്റിംഗ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴും നമ്മൾ പറയാം, ഇന്നലെ നീ വിളിക്കുന്ന സമയത്ത് ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഈറ്റിംഗ് ബിരിയാണി. അടുത്തേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ പറയുന്നില്ല, സെയിം ലാബിത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കും. ഫസ്റ്റത്തെ സെയിം ലാബിത് ഉണ്ടോ? ഇത് മുബീന ഉണ്ടോ? Yes, sir. I had written. ഐ ഹാഡ് റിട്ടൺ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഹാവും ഹാസും മാറിയിട്ട് ഇവിടെ ഹാഡ് ആവും. ഐ ഹാഡ് റിട്ടൺ. V3 ഫോം തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ നിങ്ങൾ ഒരു സെൻറ്റൻസിൽ ഹാഡ് കണ്ടാൽ അത് പാസ്റ്റ് ആയി എന്ന് മനസ്സിലാക്കുക, പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി മുബീന തന്നെ അടുത്ത എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും മൈൻഡിൽ. പറഞ്ഞോളൂ. I had been writing. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്. ബാക്കി എക്സാമ്പിൾ കൂടെ അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഫില്ല് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളേക്ക് വെക്കരുത്, ഇന്ന് എനിക്ക് കിട്ടണം. ഓക്കെ. ഇത് നമുക്കിനി ഫ്യൂച്ചറിലേക്ക് വരാം. ഇപ്പം നമ്മൾ ഈ 2 ടെൻസ് പഠിച്ചു. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചോദിച്ചു, നിങ്ങൾ നോട്ട് എഴുതിയോ? ഞാൻ കഴിഞ്ഞ സെമ്മിൽ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, കുറച്ചായി. ഐ ഹാഡ് റിട്ടൺ ദാറ്റ് നോട്ട് എന്ന് നിങ്ങൾക്ക് പറയാം. ഇതാണെങ്കിലോ ഹാഡ് ബീൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇതിൻ്റെ എക്സാമ്പിളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഐ ഹാവ് ബീൻ ഡൂയിങ് യുവർ ഡിഗ്രി. മുബീന പറയും ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ ഡിഗ്രി അറ്റ് SGO. അപ്പം ഞാൻ ചോദിക്കും, മുബീന നേരത്തെ +2 എവിടെ ആയിരുന്നു? ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ +2 അറ്റ് ഗവൺമെൻറ് ഹൈസ്കൂൾ. ഐ ഹാഡ് ബീൻ ആയി. ഇപ്പം ഇല്ല. കുറേ കാലം ചെയ്ത കാര്യം ഇപ്പം ഇല്ലാത്തൊരു കാര്യത്തെ ഹാഡ് ബീൻ വെച്ചിട്ട് പറയും. മുബീന മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? സിറ്റുവേഷൻ Yes. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോവാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഫേമസ് ആയ ഒരു സ്റ്റോറി ഉണ്ട്. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ Yes. മുബീന? അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. ആ കഥ അതിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു ടെൻസാണ്. ഏതാ ടെൻസ്? എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഇനി മലയാളം വാക്ക് കേട്ട ഏതാ ടെൻസ് എന്നൊക്കെ തിരിച്ചറിയണം. നമുക്കതൊന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ട്. പാസ്റ്റ് ആണ്, മനസ്സിലായി. പാസ്റ്റ് കണ്ടിന്യൂസ്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏത് ടെൻസിൽ വരും? ഈ കഥക്ക് ആ കഥയുടെ പേര് തന്നെ ഒരു ടെൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സൈൻ ലാബിത് ലൈവിലുണ്ടോ? പോയോ? 5 ഉണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്, പോരട്ടെ. ഒരു മലയാളം വാക്ക് കേൾക്കുമ്പോൾ അത് ഇന്ന ടെൻസിൽ കാണുന്നുള്ള ചിന്തയൊക്കെ വരട്ടെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്നാണ് ആര് പറയുന്നത്? സൈൻ ലാബിത് പറയുന്നത്. 5 എന്ത് പറയുന്നു? എൻ്റെ ഉപ്പുപ്പൊക്കെ ആനയുണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റ് ആയിക്കോട്ടെ. പാസ്റ്റ് പെർഫെക്റ്റ്
പാസ്റ്റ് പെർഫെക്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ? അഞ്ചു എൻ്റെ ഉപ്പുപ്പൊക്കെ ആന ഉണ്ടായിരുന്നു. അഞ്ചൊന്നും കൂടെ മൈക്ക് ഓൺ ചെയ്യോ? പാസ്റ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിക്കോട്ടെ. നമുക്ക് ആ രണ്ടാളെ മാത്രം എടുക്കാം. അതായത് സെയിൻ ലാബിദ് പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, 5 പറയുന്നു പാസ്റ്റ് പെർഫെക്റ്റ്. നേരത്തെ മുബീന പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു, അതെന്തായാലും വരില്ല. അപ്പോൾ ഞാൻ സെയിൻ ലാബിദിനോട് ചോദിക്കട്ടെ, സെയിൻ ലാബിദ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതും കൂടെ ഒന്ന് പറയും, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഉണ്ടായിരുന്നു എന്നല്ലേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് അല്ലേ? ആ ആയിക്കോട്ടെ. 5 അത് കണ്ടിന്യൂസിൽ പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കണില്ലല്ലോ, അത് കാരണം കൊണ്ട്. എഴുതി വെച്ചതാണല്ലോ. അതെ, അതുകൊണ്ട് അങ്ങനെയും പറഞ്ഞു. അപ്പോൾ നിങ്ങളെ രണ്ടാളെയും കൂടെ അടുത്തടുത്ത് ഇരുത്തിയാൽ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. എന്ത്? ഒരാൾ പറയും അത് കണ്ടിന്യൂസ് ആണ് കാരണം കുറേ കാലം ഉണ്ടായിരുന്നല്ലോ. 5 പറയും അല്ല അതിപ്പോൾ ഇല്ല എന്ന്. ഇതേ അടി ഈ കഥ ഈ ട്രാൻസ്ലേഷൻ നടന്ന സമയത്ത് സാഹിത്യകാരന്മാർ തമ്മിൽ ഉണ്ടായി. അതായത് അവർ ചിന്തിച്ചു, അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എഴുതണം, മറ്റാൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മലയാളം വേർഡ് കിട്ടുമ്പം അതിനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനും അതിൻ്റെ ടെൻസൊക്കെ ചിന്തിക്കാനും നിങ്ങളും തുടങ്ങി നടത്തും. ഓക്കെ, എന്നിട്ട് കുറേ തല്ലുകൂടി. അപ്പോൾ ഒരാൾ പറഞ്ഞത് ഇതാണ്, ആനയാണ്, ആന കുറേ കാലം ഉണ്ടായിട്ടുണ്ടാവും. മറ്റാൾ പറഞ്ഞു അതൊരു സാങ്കല്പികം മാത്രമാണ്, അതിപ്പോൾ ഇല്ല. നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ ഈ ചർച്ചയൊക്കെ വലിയ വലിയ എക്സ്പേർട്ടുകളാണ് നടത്തുക. മലയാളത്തിലും ഇതേപോലെ ഗ്രാമറിലെ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്, തെറ്റ് മിസ്റ്റേക്ക് വന്നിട്ട്. എന്നിട്ട് ഇതിൽ ഒരു ടെൻസ് എടുത്തു. ഏത് ടെൻസാണ് എടുത്തതെന്നറിയോ? ഇതാണ് എടുത്തത്. 5 പറഞ്ഞ ടെൻസാണ് എടുത്തത്. മൈ ഗ്രാൻഡ് പാ ഹാഡ് ആൻ എലഫൻറ്റ്. ആ സ്റ്റോറിയുടെ പേര് മൈ ഗ്രാൻഡ് പാ ഹാഡ് ആൻ എലഫൻറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമറിനെ കുറിച്ചൊക്കെ ഒരു ബോധം വന്നല്ലോ, ടെൻസിനെ കുറിച്ചൊക്കെ. ദെൻ കം ടു ദി നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണ് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൻ്റെ പ്രത്യേകത വില്ല് ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, വില്ലുണ്ടാവും, ദെൻ വെർബ് കൂടി ചേർക്കുക. ഐ വിൽ റൈറ്റ്. ഞാൻ എഴുതും, നാളെ ഞാൻ എഴുതും. ഞാൻ ചോദിച്ചു സെയിൻ ലാബിദ് എഴുതുന്നില്ലേ? ഇല്ല, ഞാൻ ഇപ്പോൾ എഴുതണില്ല. ഐ വിൽ റൈറ്റ് ഓൺ ടുമോറോ. ഞാൻ നാളെ എഴുതാം, നാളെ എഴുതും. ഐ വിൽ റൈറ്റ് ഓൺ ടുമോറോ. ദെൻ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഹി 5 പറഞ്ഞാൽ ഇതെന്തായിരിക്കും? ഹി വിൽ പറയാം. ഇവിടെയുള്ള മുകളിലുള്ള സെന്റൻസ് വാക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ he will eat. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാം. ഇവിടെ എസ് ഫോം ഉണ്ട്, ആ എസ് ഫോം ഇവിടെ വരില്ലേ? അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിൽ എസ് ഫോം ഇല്ല. ഓക്കെ, ഇവിടെ വരുമ്പം എന്തായിരിക്കും? മുബീൻ ഒന്ന് പറയോ? ഐ വിൽ. എല്ലായിടത്തും വിൽ ഉണ്ടാവും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആമ് ഈസ് ആറ് വന്നു, ഇവിടെ വാസ് വന്നു, ഇവിടെ എന്ത് വരും? ബി വരും. ഐ വിൽ ബി. ദെൻ കണ്ടിന്യൂസ് സെന്റൻസിൽ എപ്പോഴും ING ഉണ്ടാവും. അപ്പോൾ ING, ഐ വിൽ ബി റൈറ്റിംഗ്. അപ്പോൾ അത് മനസ്സിലായി. ബാക്കി 4 എക്സാമ്പിൾ നിങ്ങൾ സ്വയം ഫില്ല് ചെയ്യാം. ശരിയാവുന്നുണ്ടോ ഇല്ലോ നോക്കാമല്ലോ. അടുത്ത കോളത്തിലേക്ക് വരുമ്പം നിങ്ങൾ തന്നെ എഴുതും. എന്തായിരിക്കും? മുബീൻ എന്ന് പറഞ്ഞോളൂ. എന്തായിരിക്കും? ഐ will have written. റിട്ടേൺ. ഞാനിതെല്ലാം ഒറ്റ പേജിൽ ക്രമീകരിച്ച് വെച്ചത് നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി മനസ്സിലാക്കാനാണ്. ഒരു ടെൻസ് നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത ടെൻസ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധം വേണം. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് മേലെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ആവും. ഐ വിൽ ഹാവ് റിട്ടേൺ. ഇതിന് മീനിങ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇതെന്തായിരിക്കും? നിങ്ങൾ നാളെ ഒരു 10 മണിക്ക് വന്ന് നോക്കൂ, ഞാൻ കോളേജിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് നമ്മൾ പറയില്ലേ, അതാണിത്. ദെൻ ഐ വിൽ ഹാവ് റിട്ടേൺ. ഇതിന് മീനിങ് ഇല്ല, ഇത് സംസാരിക്കാനൊന്നും യൂസ് ചെയ്യില്ല, പക്ഷെ ചുമ്മാ എഴുതി വെക്കാം. ദെൻ അടുത്ത കോളം ഓട്ടോമാറ്റിക് നിങ്ങളുടെ മൈൻഡിൽ വരും. മുബീന, I will have been writing.
I will have been Writing. writing. അപ്പോൾ ഓട്ടോമാറ്റിക് വന്നു. അതിൻ്റെ മീനിങ് ഒന്നും ഇപ്പം നോക്കണ്ട. ഇതാണ് 12 ഡിവിഷൻസ്, 3 ടെൻസിലെ 12 ഡിവിഷൻസ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതോടുകൂടി ബാക്കി കൂടെ ക്ലിയർ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് 10 മണി 11 മണി എത്ര നേരം ആയാലും ശരി നിങ്ങളിത് എനിക്ക് അയച്ചിരണം. ഇന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെ, യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് PSC എക്സാമിനും മറ്റും കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾക്കും പുറത്തുള്ളവർക്ക് ഞാൻ തരും. അപ്പം ഈ ക്ലാസ് റെക്കോർഡിംഗ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ടെൻസ് പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്യണം. തെറ്റില്ലാണ്ട് ഫില്ല് ചെയ്തൊന്നും മനസ്സിലായാൽ മാത്രമേ നമുക്ക് ടെൻസ് പ്രാക്ടീസ് നടത്താൻ പറ്റുള്ളൂ. ടെൻസ് പ്രാക്ടീസ് കൂടി ക്ലിയർ ആയാൽ യു ഡോണ്ട് വറി അബൌട്ട് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷിൽ പുലിയാകും, യാതൊരു സംശയമില്ല. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, നമുക്ക് എന്നിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചോ പേഴ്സണലായിട്ടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ.